UDF സ്വതന്ത്രന്റെ അവിശ്വാസത്തിന് വോട്ട് നൽകിയ LDF സ്വന്തം ചെയർമാനെ പുറത്താക്കി LDF അംഗങ്ങൾ. പാലാ നഗരസഭയിൽ ഇടതുപക്ഷ ചെയർമാനെ പുറത്താക്കാൻ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് LDF ചെയർമാൻ ഷാജു വി തുരുത്തേലിനെയാണ് സ്വന്തം മുന്നണി അംഗങ്ങൾ UDFന്റെ പിന്തുണയോടെ പുറത്താക്കിയത്. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് അവസാന നിമിഷം UDF അംഗങ്ങൾ വിട്ടുനിന്നെങ്കിലും ഭരണകക്ഷിയായ LDF പിന്തുണച്ചതോടെ 14 വോട്ടിന് അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ധിക്കരിച്ച നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തേൽ സ്ഥാനത്തു നിന്നും പുറത്തായി. ഇന്ന് രാവിലെ 10 മണിയോടെ നഗരസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ഷാജു വി തുരുത്തേന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് എം അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ രാജിവെക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ആരോഗ്യ കാരണം ചൂണ്ടിക്കാട്ടി ഇന്നത്തെ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പാലാ മുനിസിപ്പൽ കോർപ്പറേഷനിലെ 26 അംഗങ്ങളിൽ UDFന് 12ഉം LDFന് 14 അംഗങ്ങളാണുള്ളത്. LDFിലെ ധാരണയനുസരിച്ച് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മുതിർന്ന കേരള കോൺഗ്രസ് നേതാവായ ഷാജു വി തുരുത്തേൻ സ്ഥാനം ഒഴിയണമായിരുന്നു. എന്നാൽ അദ്ദേഹം തയ്യാറായില്ല. അതിനിടെയാണ് സ്വതന്ത്ര അംഗം ജിമ്മി ജോസഫ് UDFന്റെ പിന്തുണയോടെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഭരണ കെടുകാര്യസ്ഥത ഉണ്ടെന്നാരോപിച്ചാണ് അവിശ്വാസം കൊണ്ടുവന്നത്. കേരള കോൺഗ്രസ് എമ്മിലെ അഭിപ്രായ ഭിന്നത ലക്ഷ്യമിട്ടായിരുന്നു നോട്ടീസ് നൽകിയതെങ്കിലും അവസാന നിമിഷം അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് കാലാവധി കഴിഞ്ഞിട്ടും ചെയർമാൻ സ്ഥാനം ഷാജു തുരുത്തേൽ ഒഴിയാത്ത സാഹചര്യത്തിൽ LDF അവിശ്വാസത്തെ പിന്തുണച്ചതെന്നാണ് വിവരം. കേരള കോൺഗ്രസ് എമ്മിലെ ധാരണ പ്രകാരം അവസാനത്തെ 1 വർഷമാണ് ഷാജു വി തുരുത്തേൽ നൽകിയത്. ജോസ് കെ മാണി അടക്കം പറഞ്ഞിട്ടും രാജിവെക്കാത്ത സാഹചര്യത്തിലാണ് ഭരണപക്ഷ കൗൺസിലർമാർ കടുത്ത നിലപാടെടുത്തത്.